ഹൈ ഗൈസ്, അവോധയുടെ പുതിയ അപ്ഡേഷൻസിന് ഭാഗമായിട്ട് പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ വളരെയധികം അഡ്വാൻസ്ഡ് ഫംഗ്ഷനാലിറ്റീസ്, അത് ഉദാഹരണത്തിന് ഇന്റർവ്യൂ ട്രെയിനിങ്ങിന്റെ AI ചാറ്റ് ബോട്ടിന്റെ സഹായത്തോടെയുള്ള ഇന്റർവ്യൂ ട്രെയിനിങ്, പിന്നെ വീഡിയോ ഇന്ററാക്റ്റീവ് ട്രെയിനിങ് സെഷൻസ്, അതായത് വീഡിയോയുടെ അകത്ത് തന്നെ നമുക്ക് ഇന്ററാക്റ്റീവ് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലേണിംഗ് പാത്വേസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒത്തിരി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ അപ്ഡേഷൻസ് ഉള്ളത്. Avodha.com's ഹോം പേജിൽ ചേഞ്ചസ് ഒന്നും ഇല്ല. നിങ്ങൾ Avodha.comലേക്ക് വരുമ്പോൾ നിങ്ങൾ നീഡ് ഹെൽപ്പ് സെക്ഷൻ, നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുന്ന നീഡ് ഹെൽപ്പ് സെക്ഷൻ, മോക്ക് ഇൻ്റർവ്യൂവും ജാപ്പ് അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺസ്, ലൈവ് സെഷൻ ഫോർ ഡൗട്ട് ക്ലിയറൻസ്, Avodha ഓഫ്ലൈൻ സെൻറ്ററിൻ്റെ ബട്ടൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേഞ്ചസ് ഇല്ല. ചേഞ്ചസ് ആകപ്പാടുള്ളത് ലോഗിൻ, ആ ഒരു വർക്ക് ഫ്ലോയിലാണ്, ലോഗിനും കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിലാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാം. എക്സിസ്റ്റിംഗ് സ്റ്റുഡൻറ്റിൽ നമുക്ക് ആദ്യം ക്ലിക്ക് ചെയ്യാം. നമ്മൾ ആ ഒരു ലോഗിൻ ഇൻ്റർഫേസിൽ വരും. പുതിയ ലോഗിൻ ഇൻ്റർഫേസ് ആണ്. നമ്മൾ ഇമെയിലിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമെയിൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ പാസ്വേഡിന് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാവരുടെയും പാസ്വേഡ് ഏകദേശം ഇമെയിലും ഫസ്റ്റ് നെയിമിൻ്റെ ഒരു കോംബോ ആയതുകൊണ്ട് പലർക്കും അങ്ങനെ തന്നെ ലോഗിൻ ചെയ്ത് പോകാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ പറ്റുന്നില്ല, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ തന്നെ ചെയ്ത് ശീലിച്ച ആൾക്കാരാണെങ്കിൽ നമ്മൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇമെയിൽ ID സെലക്ട് ചെയ്യുന്നുണ്ടാവും. ചില ക്രോം വെർഷൻസും ചില ഡിവൈസസിനകത്ത് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങനെ ഒരു കറങ്ങുന്നതിൻ്റെ രീതിയിലേക്ക് വരും. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ വറീഡ് ആവണ്ട, ജസ്റ്റ് നിങ്ങൾ ആ ഒരു പേജ് റിഫ്രഷ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ലോഗിനിലേക്ക് പൊക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗിനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് കാണാം നമ്മളുടെ വെബ് പേജ്, നമ്മുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്, നമ്മുടെ പുതിയ ഇൻ്റർഫേസിലേക്ക്. മുകളിൽ കണ്ടിരിക്കുന്നത് ജസ്റ്റ് ഈ ഡാഷ്ബോർഡിനകത്ത് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. മുകളിൽ നമ്മൾ കാണുന്നത് ജസ്റ്റ് ഒരു വെതർ വിഡ്ജറ്റ് ആണ്, അതായത് നമ്മുടെ കാലാവസ്ഥ, നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, അവിടുത്തെ ഏകദേശം ഒരു ടെമ്പറേച്ചറും കാലാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് കാണിക്കുന്നതാണ് ഏറ്റവും മുകളിലുള്ളത് ഒരു വിഡ്ജറ്റ്. ടു ഡു ലിസ്റ്റിനകത്ത് നമുക്ക് പുതിയ ടാസ്കുകൾ, നമ്മൾ പഠിക്കാനുള്ള ടാസ്കുകൾ, നമ്മൾ എന്തെങ്കിലും നമ്മൾ പുതിയ മിഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ടാസ്കുകളൊക്കെ വെക്കാനുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഈ ടു ഡു ലിസ്റ്റിൻ്റെ സെക്ഷൻ അവിടെ വരുന്നത്. നമുക്ക് അങ്ങനത്തെ ടാസ്കുകളൊക്കെ സേവ് ചെയ്തിട്ട് നമുക്ക് റിമൈൻഡേഴ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ കാണുന്നതാണ് കോഴ്സ് പ്രോഗ്രസ്. ഈ കോഴ്സ് പ്രോഗ്രസിന് മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ കോഴ്സിലേക്ക് പോകും. പുതിയ കോഴ്സസിനെ പറ്റി സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അനൗൺസ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ അവോധയുടെ ഭാഗത്ത് എന്തെങ്കിലും പുതിയ അനൗൺസ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ തന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, നമുക്ക് ടോട്ടലി നമ്മുടെ കോഴ്സിനകത്ത് എത്ര യൂണിറ്റ്സ് ഉണ്ട്, എത്ര ക്വിസസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനാണ്. നിലവിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യം ഈ കോഴ്സ് പ്രോഗ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും. നമുക്ക് ഈ കോഴ്സ് പ്രോഗ്രസ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ നമ്മളുടെ ആ കോഴ്സ് മൈ കോഴ്സസ് എന്നുള്ള പേജിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ നമുക്ക് അഗെയിൻ ഓരോരോ കരിക്കുലവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, നമ്മുടെ പഴയ പോലെ തന്നെ. സ്റ്റാർട്ട് കോഴ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂ കോഴ്സ് ആയിരിക്കും, നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കണ്ടിന്യൂ കോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഴ്സ് ആയിരിക്കും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പഴയ പോലെ തന്നെ നമ്മൾ ആ വീഡിയോ ഇൻ്റർഫേസിലേക്ക് വരും. നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം, നമ്മൾ ആ വീഡിയോ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം. നെക്സ്റ്റിലേക്ക് പോകാനായിട്ട് അപ്പർ റൈറ്റ് കോർണറിനകത്തുള്ള ആരോ മാർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നമ്മൾ നെക്സ്റ്റിലേക്ക് പോകും. അപ്പം ഈ ഒരു വീഡിയോ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെ തന്നെ അപ്പർ റൈറ്റ് കോർണറിൽ ഉള്ള ഒരു ആരോ മാർക്കിലേക്ക് നമ്മൾ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന മുമ്പ് നമ്മൾ എംപ്ലോയി ലൈഫ് സൈക്കിൾ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാണ് നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പോകാനായിട്ട്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ തന്നെ നമുക്ക് ഓരോരോ ക്ലാസ്സസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് പോകാം. ഗെറ്റിംഗ് ഇൻ ടു MX Excel ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. അങ്ങനെ നമുക്കിങ്ങനെ പോകാൻ പറ്റും. നമ്മുടെ പഴയ ഇൻ്റർഫേസ് പോലെ തന്നെ ക്വിസുകളും അസൈൻമെൻറ്റുകളും എല്ലാം നോർമലി തന്നെ ആയിരിക്കും വരണേ. ഇത് ജസ്റ്റ് നമ്മൾ ചെറിയൊരു ചേഞ്ച്, നമ്മുടെ പഴയ ഒരു ഇൻ്റർഫേസിൽ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ ബേസിക് ഫീച്ചേഴ്സ്, നമുക്ക് ഇതിനകത്ത് വരുന്ന ഇത്തിരി ബേസിക് ഫീച്ചേഴ്സിനെ പറ്റി നോക്കാം. നിങ്ങൾ താഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 4 ബട്ടൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴത്തേക്ക് 4 ബട്ടൺസ് ലെഫ്റ്റ് സൈഡിലുണ്ടാവും. പിന്നെ റൈറ്റ് സൈഡിൽ ബോട്ടം റൈറ്റ് കോർണറിൽ നിങ്ങൾക്കൊരു ബൾബിൻ്റെ ഐക്കണും ഒരു ഓഫ് ആൻഡ് ഓൺ പോലത്തെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബോട്ടം ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തേതാണ് ഡാഷ്ബോർഡ്, രണ്ടാമത്തെ നമ്മൾ വരുന്നത് കോഴ്സസിൻ്റെ ഒരു ടാബാണ്, മൂന്നാമത്തത് വരുന്നത് പ്രൊഫൈലിൻ്റെ ടാബാണ്, നാലാമത്തത് വരുന്ന ഇൻവോയ്സിൻ്റെ ടാബാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ ഇൻവോയ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഇൻവോയ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നാലാമത്തെ അതിന് ശേഷം വരുന്നൊരു ഓപ്ഷൻ ആ ബൾബിൻ്റെ ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ ഡാർക്ക് മോഡും ലൈറ്റ് മോഡും ആക്ടിവേറ്റ് ചെയ്യാനാണ്. നമ്മളിപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അല്ലെങ്കിൽ നമ്മൾ പ്രിഫറൻസ് അനുസരിച്ച് ഡാർക്ക് മോഡിലേക്കും ലൈറ്റ് മോഡിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. ഇത് നമ്മളുടെ ഒത്തിരി റിക്വസ്റ്റഡ് ആയിട്ടൊരു ഫീച്ചറായിരുന്നു.
ലാസ്റ്റ് ഇരിക്കുന്ന സാധനം ലോഗൗട്ടാണ്. അവസാനം ഇരിക്കുന്ന ലോഗൗട്ട്. നമുക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോഗൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ നമ്മളൊരു ഡാഷ്ബോർഡ് വരുന്നുണ്ടാകും. ആ ഡാഷ്ബോർഡിനകത്ത് നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കാണാൻ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. സെക്കൻഡിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ കോഴ്സസിൻ്റെ സെക്ഷനിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. തേർഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈലായിരിക്കും. നമുക്ക് നമ്മുടെ പ്രൊഫൈൽ, ജോബ് എക്സ്പീരിയൻസ്, ലൊക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഫില്ല് ചെയ്യാം. പിന്നെ വരുന്നത് ഷോപ്പ് എന്നുള്ള ആസ്പെക്റ്റാണ്. അവിടെ നിങ്ങളുടെ എന്തായാലും ഇൻവോയ്സ് ഉണ്ടാവും. ഞാനിതിപ്പം കോഴ്സ് പർച്ചേസ് ചെയ്യാണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് ഇവിടെ ഇൻവോയ്സ് ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവോയ്സസ് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ വരുന്ന ഓപ്ഷൻ ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാനാണ്. പിന്നീട് വരുന്ന ഓപ്ഷൻ ലോഗ് ഔട്ട് ചെയ്യാനാണ്. ഇത്ര വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മളുടെ പുതിയ ഇൻ്റർഫേസ്. എന്നാൽ അതൊരു പുതിയ ഇൻ്റർഫേസ് ആയതുകൊണ്ട് തന്നെ ചിലർക്ക് കാണുമ്പോൾ പെട്ടെന്ന് പേടിയും ഇൻറ്റിമിഡേഷനൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. നമ്മുടെ avodha.com-ലേക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വന്നിട്ട് avodha.com-നകത്ത് നീഡ് ഹെൽപ്പ് സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ നീഡ് ഹെൽപ്പ് സെക്ഷനകത്ത് വന്നിട്ട് ചോദിക്കാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ സംശയങ്ങളുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ലൈൻ നമ്പർ 8138009891 എന്നുള്ള നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്, അല്ലെങ്കിൽ അത് ഹെൽപ്പ് ലൈനും വാട്സാപ്പ് നമ്പർ സെയിം ആണ്, 8138009891 ആണ്. അതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഫോം വിളിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട്. ഓക്കെ ഗൈസ്, സോ താങ്ക് യു. വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ, നീഡ് ഹെൽപ്പ്, അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ, അല്ലെങ്കിൽ വാട്സാപ്പ് ഇതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.